ഗുഡ് ഈവനിങ്. ഇന്നത്തെ പേരൻറ്റിങ് അവയർനെസ് ക്ലാസ്സിൽ എല്ലാവർക്കും സ്വാഗതം. അടുത്തൊരു 20 ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടോപ്പിക്കാണ്, വിച്ച് ഈസ് കുട്ടികളെ എങ്ങനെ നമുക്ക് സ്കൂളിൽ സക്സസ്ഫുൾ ആകുന്ന രീതിയിൽ അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ സ്കൂളിലും അവരുടെ അല്ലാത്ത എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അവരുടെ ആ ഒരു ലേണിങ്ങിൻ്റെ ഫേസിൽ നമുക്ക് എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ബേസിക്കലി നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്നോട് പണ്ടൊരിക്കൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഈ പേരൻറ്റിങ് ക്ലാസ്സും പേരൻറ്റിങ് കോച്ചിങ് കൗൺസിലിംഗ് ഇതൊക്കെ സത്യത്തിൽ എന്തിനാണ്? കാരണം ഇപ്പോൾ നമ്മൾ നാച്ചുറൽ വേൾഡിൽ നോക്കുവാണെങ്കിൽ ഒരു സിംഹം അല്ലെങ്കിൽ ഒരു പുലി ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തല്ല എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്ന് പഠിക്കുന്നത്. ബേർഡ്സിന് ഇങ്ങനത്തെ ക്ലാസ്സസ് ഒന്നുമില്ല. അപ്പോൾ വേറെ ഒരു ജീവി ഇങ്ങനത്തെ ഒരു എന്താ പറയുന്നത്, മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാത്ത സ്ഥിതിക്ക് മനുഷ്യന് അത് എന്തുകൊണ്ടാണ് ആവശ്യം? മനുഷ്യന് ഓൾറെഡി ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ലേ? അല്ലെങ്കിൽ ദൈവം നമ്മുടെ അകത്തിട്ട ഒരു ഐഡിയ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൽ നിന്ന് പഠിച്ച ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഉള്ള സ്ഥിതിക്ക് ഇനി സ്പെഷ്യലായിട്ട് എങ്ങനെ പേരൻറ്റിങ് ചെയ്യണമെന്ന് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്നൊരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനന്ന് ഞാൻ പറഞ്ഞ ഉത്തരവ് ഇതായിരുന്നു. ഇപ്പം നമ്മുടെ ഹ്യൂമൻ കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളുടെ കുട്ടികളെക്കാളും ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പം എല്ലാ ജീവികളുടെ കുഞ്ഞുങ്ങൾക്കും ആവശ്യമുള്ള സാധനമാണ് നേർച്ചറിങ്, അഫെക്ഷൻ, സ്നേഹം, ഇതൊക്കെ ആവശ്യമുണ്ട്. ഓൺ ദ അതർ സൈഡ് ജീവിക്കാനുള്ള സ്കിൽസും പഠിക്കേണ്ടത് അവർക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആ സ്കിൽസ് പഠിക്കണം, ബൗണ്ടറീസ് പഠിക്കണം, എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാ ആനിമൽസും പഠിക്കേണ്ട കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് ഒരു എക്സ്റ്റെൻഡഡ് ചൈൽഡ്ഹുഡ് ഉണ്ട്. അതായത് ബാക്കി എല്ലാ മൃഗങ്ങളും ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ പക്വത ഫുൾ മെച്യൂരിറ്റി ആയി അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിച്ചു തുടങ്ങും. മാക്സിമം പോയാൽ 1-2 വർഷം. പക്ഷേ മനുഷ്യ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റെൻഡഡ് ഇൻഫൻസിയും എക്സ്റ്റെൻഡഡ് ചൈൽഡ്ഹുഡുമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരുപാട് മെൻ്റൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ ലോകത്തെ മനസ്സിലാക്കേണ്ട ഒരു രീതിയുണ്ട്. ശരിയും തെറ്റും മാത്രമല്ല, ഇൻഫാക്റ്റ് അവർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ ചലഞ്ചസ് വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യണം എന്ന് ഡെവലപ്പ് ചെയ്യണം, ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഇനി അതുമാത്രമല്ല, ഈ കുട്ടികൾ ഇവരുടെ പേരൻസ് പോലും കണ്ടിട്ടില്ലാത്ത ചലഞ്ചസ് ഉള്ള ഒരു ലോകത്തിലേക്കാണ് ഈ കുട്ടികൾ ഇറങ്ങിപ്പോകുന്നത്. കാരണം നമ്മുടെ ലോകം അത്രയും സ്പീഡിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 1000 വർഷം മുമ്പ് ഒരു സിംഹം അതിൻ്റെ കുഞ്ഞിനെ എന്താണോ പഠിപ്പിച്ചിരുന്നത് ആ സെയിം കാര്യമാണ് ഇന്നും പഠിപ്പിക്കുന്നത്. കാരണം ആ ലോകം അത്രമാത്രം ചേഞ്ച് ആയിട്ടില്ല. അവരുടെ ഹാബിറ്റാറ്റ് ഇച്ചിരി കുറഞ്ഞു, മനുഷ്യൻ്റെ കുറേ ആക്ടിവിറ്റീസ് കാരണം കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ അവർ ജീവിക്കേണ്ട രീതി ഇപ്പോഴും സെയിം തന്നെയാണ്. പക്ഷെ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയല്ല. അപ്പോൾ ഓരോ സമയത്ത് ഓരോ ഫേസിൽ ഈ ലോകം ഭയങ്കരമായിട്ട് ചേഞ്ച് ആകുന്നുണ്ട്. അപ്പോൾ ആ ചേഞ്ച് ആകുന്ന ലോകത്തിന് എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം എന്നും കൂടെ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ചേഞ്ചിങ് വേൾഡിലേക്ക് നമ്മുടെ കുട്ടികൾ അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പേരൻസ് ആദ്യം അഡാപ്റ്റഡ് ആകണം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കുറേ സിദ്ധാന്തങ്ങളും കുറേ കോൺസെപ്റ്റ്സും വെച്ച് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ കുട്ടികൾ വളരുന്നത് പാസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിന് റെഡി ആയിട്ടായിരിക്കത്തില്ല നമ്മുടെ കുട്ടികൾ വളരുന്നത്. അപ്പോൾ അവർ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിച്ചു തുടങ്ങുമ്പോൾ അവർ കാണുന്ന ലോകം അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ലോകമായിരിക്കും. അപ്പോൾ പിന്നെ അവർക്ക് ടെൻഷനാണ്, എന്താ ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക, ഒന്നും മനസ്സിലാകാതെ അവർ തെറ്റായിട്ടുള്ള ഒരുപാട് റിലേഷൻഷിപ്സിൽ ചെന്ന് പെടും. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തപ്പോൾ ഒരു സെൻസ് ഓഫ് സേഫ്റ്റി, ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി അവർക്ക് കൊടുക്കുന്നവരുടെ കൂടെ അവരങ്ങ് അറ്റാച്ചാവും. അല്ല, ആ മനുഷ്യർ അവരുടെ ഏറ്റവും നല്ല ഭാവിക്ക് വേണ്ടി ആയിരിക്കത്തില്ല അവരുടെ കൂടെ നിൽക്കുന്നത്, അവരെ ചൂഷണം ചെയ്യാൻ നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ ആസ് പേരൻസ് നമ്മൾ വളരെ എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നമ്മുടെ കുട്ടികളെ വളർത്താൻ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നേക്കുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പഴയ തലമുറകളിൽ അവരൊരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ തലമുറകളാണ്. വാർ, ഫാമിൻ, പട്ടിണി, പോവർട്ടി, ഇതൊക്കെ അവർ കണ്ടിട്ടുള്ള തലമുറകളാണ്. അപ്പം സർവൈവൽ മോഡിൽ ജീവിച്ച് വന്ന മനുഷ്യരായിരുന്നു അവർ. അപ്പോൾ ഈ സർവൈവൽ മോഡിൽ ജീവിക്കുമ്പം
അവരവരുടെ കുട്ടികളെ വളർത്തിയത് ത്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ ലോകത്തെ മാറ്റാനോ അല്ലെങ്കിൽ അവരുടെ ആ കുട്ടിയുടെ ഒരു സ്വപ്നത്തിനനുസരിച്ച് ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഒരു നല്ല ഹാപ്പി ഹെൽത്തി ജീവിതത്തിന് വേണ്ടിയല്ല ആ കുട്ടികളെ അന്ന് വളർത്തിക്കൊണ്ടിരുന്നത്. അന്ന് എങ്ങനെയെങ്കിലും കുട്ടികളെ സർവൈവ് ചെയ്യണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഗോൾ എന്ന് പറയുന്നത്. ജീവനോടെ ഇരിക്കണം, അത്യാവശ്യം പൈസ ഉണ്ടാക്കണം, ഈ പോവർട്ടിയിൽ നിന്ന് ഫാമിലിയെ ഒന്ന് വെളിയിൽ കൊണ്ടുവരണം, പട്ടിണി കിടക്കേണ്ടി വരരുത്. അതിനു മുമ്പാണെങ്കിൽ ഈ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് കുട്ടികൾ കൂടുതൽ എനിമീസിനെ ഉണ്ടാക്കരുത്, ഹിഡൻ ആയിട്ട് ജീവിക്കണം, കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, സേഫ് ആയിരിക്കണം, ജീവനോടെ ഉണ്ടായിരിക്കണം. അപ്പം അത്രയുമേ ആ സമയത്ത് പേരൻസിന് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ജീവിത പ്രാരാബ്ദങ്ങൾ അത്രമാത്രം കൂടുതലായിരുന്നു. പക്ഷെ ആ ഒരു പേരൻറ്റിങ് സ്ട്രാറ്റജിയാണ് ഇങ്ങനെ ജനറേഷൻസ് ആയിട്ട് പാസ് ഡൗൺ ആയിക്കൊണ്ട് വരുന്നത്. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഇപ്പം ഒരുപാട് ആൾക്കാരും ആ അത്രയും ഒരു റിസ്കി ഒരു സർവൈവൽ മോഡിലല്ല ആക്ച്വലി ജീവിക്കുന്നത്. പേരൻസിന് നല്ല ജോലികൾ കാണും, അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അന്നത്തെ കൂട്ടുള്ള ഒരു കംപ്ലീറ്റ് ഒരു സർവൈവൽ മോഡിലായിരിക്കില്ല പേരൻസും ഇന്നത്തെ ഫാമിലീസ്, ഇന്നത്തെ പേരൻസ് ജീവിക്കുന്നത്. പക്ഷേ കുട്ടികളെ അവരിപ്പോഴും വളർത്തുന്നത് ആ കംപ്ലീറ്റ് സർവൈവൽ മോഡിലാണ്. എങ്ങനെയെങ്കിലും ജീവനോടെ ഇരിക്കണം, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, ഇതിനപ്പുറത്തൊരു ചിന്തയില്ല. പക്ഷെ അങ്ങനത്തെ ഒരു പേരൻറ്റിങ്ങിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാനും അവരെ അബ്യൂസ് ചെയ്യാനും ഒക്കെ ഒത്തിരി എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മളവരെ നോക്കുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് അവരെ ഹാപ്പി ആയിട്ട് ജീവിക്കണം, അവർക്ക് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള, അവർക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ജീവിതം അവർക്ക് ജീവിക്കാൻ പറ്റണം എന്ന് ഒരുപാട് പേരൻസ് ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഫാക്ട് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ പേരൻസും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെ എനിക്കറിയാം. പക്ഷേ കുട്ടികളെ എങ്ങനെ ആ ഒരു ഹാപ്പി ഹെൽത്തി സാറ്റിസ്ഫൈഡ് ലൈഫിലേക്ക് എങ്ങനെ നയിക്കാൻ പറ്റും എന്ന് ഒരുപാട് പേരൻസിനും അറിയത്തില്ല. കാരണം നമുക്ക് കിട്ടിയ പേരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഹാപ്പിനെസ്സിനോ ലൈഫ് സാറ്റിസ്ഫാക്ഷനോ അവരുടെ സ്കിൽസ് യൂസ് ചെയ്ത് ഈ ലോകത്തിലേക്ക് പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും അല്ല, സർവൈവലിന് വേണ്ടി മാത്രമാണ് കഴിഞ്ഞ കുറേ തലമുറകളെ വളർത്തിവിട്ടത്, ഇൻക്ലൂഡിങ് അസ്. അപ്പോൾ ആ സെയിം ഒരു പേരൻറ്റിങ് സ്റ്റൈൽ നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ കുട്ടികളിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വളരെ സക്സസ്ഫുൾ ഹൈ അച്ചീവിങ് വളരെ സന്തോഷപൂർവ്വം ജീവിക്കാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് അതിനുവേണ്ടി അവരെ റെഡിയാക്കാൻ പറ്റാതെ വരും. അപ്പോൾ അവർ ആ പഴയ ട്രോമാസും ആ പഴയ പേരൻറ്റിങ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തന്നെ അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സെയിം പ്രശ്നങ്ങൾ കുട്ടികൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ലോകത്തിലെ ഇന്നത്തെ പ്രശ്നങ്ങൾ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുമില്ല. ആൻഡ് സൊസൈറ്റീസ് ഇങ്ങനെ അത് പതിച്ച് പൊക്കോണ്ടുമിരിക്കും. അപ്പം ഇപ്പോൾ വളർന്നു വരുന്ന ഈ തലമുറ, ഇപ്പോഴത്തെ ഈ ജനറേഷൻ, ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ലോകം എന്ന് പറയുന്നത് നമ്മൾ വളർന്ന ലോകമല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ലോകത്തിൽ നമുക്കറിയാത്ത പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, നമുക്കറിയാത്ത പല പ്രശ്നങ്ങളും ഉണ്ട്. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ലോകം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പം അതിന് റെഡി ആയിട്ട് വേണം നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്താൻ. അപ്പം വെറും സർവൈവലിന് വേണ്ടിയല്ല, എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ, അല്ലെങ്കിൽ ഇച്ചിരി പൈസ ഉണ്ടാക്കി അത്യാവശ്യം ഒരു കാർ, ഒരു വീട്, അതിനപ്പുറത്ത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കുട്ടികളെ നമുക്ക് എങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് വളർത്താൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പം സക്സസ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡിൽ നിന്നും അവർ സക്സസ്ഫുൾ ആകണം. അവരുടെ ബുദ്ധി അവർക്ക് യൂസ് ചെയ്ത് സക്സസ് കൈവരിക്കാൻ പറ്റണം, റിലേഷൻഷിപ്സിൽ അവർ സക്സസ്ഫുൾ ആകണം, അവർക്ക് നല്ല ഹൈ സെൽഫ് എസ്റ്റീം ഉണ്ടാകണം, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാകണം, അത് സോൾവ് ചെയ്യാനുള്ള സ്കില്ലുകൾ ഉണ്ടാകണം, പല കാര്യങ്ങളും സ്വന്തമായിട്ട് പഠിച്ചെടുക്കാനുള്ള സ്കില്ല് അവർ കുഞ്ഞിലേ തന്നെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആസ് പേരൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ആദ്യത്തെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ കുട്ടികളെ ഈ ഒരു ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡിൽ നമ്മൾ വളർത്തുമ്പം നമ്മുടെ സ്കിൽസ്, നമ്മുടെ സ്റ്റൈല്, പേരൻറ്റിങ് സ്റ്റൈലുണ്ടല്ലോ, അത് നമ്മുടെ കുട്ടികളുമായിട്ടുള്ള സമീപനം, ഇതെല്ലാത്തിനേക്കാളും ഏറ്റവും ഉപരി നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് ഉള്ള നമ്മുടെ ബിഹേവിയർ ആണെങ്കിലും, നമ്മുടെ വീട്ടിലുള്ള ഒരു ബിഹേവിയർ ആണെങ്കിലും, നമ്മുടെ കൂടെ കുട്ടി ഇരിക്കുമ്പോൾ കുട്ടിക്ക് കിട്ടുന്ന വൈബ്സ്, ഇതെല്ലാം
അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നല്ല പേരൻറ്റിന് ആവശ്യമുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? ബേസിക്കലി ഒരു ഹ്യൂമിലിറ്റി ഉള്ള ആറ്റിറ്റ്യൂഡ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പേരൻറ്റിനെ സംബന്ധിച്ച് ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? താഴ്മ അല്ലെങ്കിൽ എളിമ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളൊന്നിനും കൊള്ളത്തില്ല എന്ന് ചിന്തിക്കുന്നതല്ല ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാത്ത പല കാര്യങ്ങളും ചിലപ്പം ഉണ്ടാകാം. എനിക്കറിയാത്ത ഒരു കാര്യം വേറൊരാൾ പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ അവരാരാണ് എന്ന് നോക്കാതെ അവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നോക്കാൻ പറ്റുന്നതാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം സത്യത്തിൽ നമ്മുടെ ഒരു കൾച്ചറിൽ അഡൽട്ട്സിന് അതില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ വിശ്വസിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഏജിനനുസരിച്ചൊരു ഹയറാർക്കി ഉണ്ട്. അപ്പോൾ ഒരു 10 വയസ്സുകാരൻ ഒരു വളരെ കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞാലും ആ കുട്ടിയെക്കാളും പ്രായമുള്ള ഒരാൾ വേറൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ ആ പ്രായമുള്ള ആൾ പറയുന്ന കാര്യത്തിനായിരിക്കും വെയിറ്റേജ് കൊടുക്കുന്നത്. ആ കാര്യത്തെ ആയിരിക്കും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ കുട്ടി പറഞ്ഞ കാര്യമാണ് സത്യമെങ്കിൽ പോലും. അപ്പോൾ കുട്ടികൾ പറയുവാണ് എൻ്റെ അടുത്ത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യരുത്, ഞാൻ റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട് എന്ന് കുട്ടി പറയുവാണ്. പക്ഷെ ഒരു അഡൽട്ട് പറയുവാണ്, നീ കൊച്ചല്ലേ, നിനക്ക് എന്തോന്ന് റെസ്പെക്റ്റ്, നീ എൻ്റെ വീട്ടിൽ ജീവിക്കുമ്പം ഞാൻ നിന്നെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന്, നീ എന്നെ റെസ്പെക്റ്റ് ചെയ്താൽ മതി എന്നൊരു അഡൽട്ട് പറയുമ്പം അതിൽ സത്യം എന്തുവാണ്? ആ കുട്ടി പറഞ്ഞ കാര്യമാണ് സത്യം. സൈക്കോളജിക്കലി നോക്കിയാൽ എല്ലാ മനുഷ്യരും, കുഞ്ഞാണേലും വലുതാണേലും ആരാണേലും അവർ റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട്. പക്ഷേ ഈ അഡൽട്ട് അതിന് അതങ്ങനെ അല്ല എന്ന് ഈ അഡൽട്ട് പറഞ്ഞതുകൊണ്ട് ഈ അഡൽട്ട് പറയുന്നതിനാണ് ആ വീട്ടിൽ വെയിറ്റേജ് കിട്ടുന്നത്. അപ്പോൾ ആ ഏജ് വൈസ് ഉള്ള ഹയറാർക്കിയൊക്കെ നമ്മൾ വിട്ടിട്ട് നമ്മുടെ കുട്ടികളെ ഒരു പൊസഷനായിട്ട് കാണാതെ അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് കാണാതെ കുട്ടികളെ വ്യക്തികളായിട്ട് കണ്ട് ഒരു ഹ്യൂമിലിറ്റിയോടെ അവരെ നമ്മൾ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. ആ ഹ്യൂമിലിറ്റി ഇല്ലാതെയാണ് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നത്. എനിക്കെല്ലാം അറിയാം, നീ എന്നോടൊന്നും പറയണ്ട, നീ പറയുന്നതിനൊന്നും ഇവിടെ വിലയില്ല, എനിക്കറിയാം നിനക്ക് എന്താ ആവശ്യമെന്ന്, ഞാൻ നിന്നെ കറങ്ങാൻ കൊണ്ടുപോകുന്നില്ലേ, ഞാൻ നിനക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തരുന്നില്ലേ, നിനക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ സോൾവ് ചെയ്യുന്നില്ല, അത്രയൊക്കെ മതി, നീ ഇരുന്ന് പഠിച്ചാൽ മതി, നീ നിൻ്റെ കാര്യം നോക്ക് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കുട്ടികളെ നമ്മൾ അപ്രോച്ച് ചെയ്യാതെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ കുട്ടി ഒരു തെറ്റ് കാണിക്കുകയാണെങ്കിൽ പോലും എന്താ സംഭവിച്ചത് മോനെ, എന്താ നീ അങ്ങനെ ചെയ്തത്, നിൻ്റെ മനസ്സിൽ കൂടെ എന്തുമായിരുന്നു ആ സമയത്ത് പൊയ്ക്കൊണ്ടിരുന്നത്, നീ എന്തോ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കുട്ടിയുടെ ഫീലിങ്സിന്, കുട്ടിയുടെ ചിന്തകൾക്ക്, കുട്ടിയുടെ അറിവിന് എല്ലാം ഒരു സ്പേസ് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ ഹമ്പിൾ പേരൻസ് ആവുന്നത്. അതാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമിലിറ്റിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് നമുക്ക് പഠിക്കാനൊരു മനസ്സുണ്ട്. അപ്പോൾ ഈ പഠനം എന്ന് പറയുന്നത് എന്താ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുന്ന കാര്യം മാത്രമല്ല, നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു പുതിയ ജോലിക്ക് പോയി, അപ്പോൾ ആ ജോലിക്ക് പോയിട്ട് നമ്മൾ നമ്മുടെ ബോസിനെ ഒബ്സർവ് ചെയ്യുന്നു, നമ്മുടെ ബോസിന് എന്താണ് ഇഷ്ടം, എന്താണ് ഇഷ്ടമില്ലാത്തത്, ഏതൊക്കെ കാര്യങ്ങളിൽ നമുക്ക് സ്ട്രിക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, ഏതൊക്കെ കാര്യങ്ങൾ അത്ര സ്ട്രിക്റ്റ് അല്ല, അത്രയ്ക്ക് ബോസ് സീരിയസ് ആയിട്ട് എടുക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, നമ്മുടെ കൊളീഗ്സ് എങ്ങനെയുള്ളവരാണ്, അവർക്ക് എന്താണ് ഇഷ്ടം, അവർക്ക് എന്താണ് ഇഷ്ടമില്ലാത്ത, ഇതെല്ലാം നമ്മൾ കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ പോലും നമ്മളിതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ബിഹേവിയർ മാറ്റുന്നുണ്ട്. അത് ലേണിംഗ് ആണ്, അതൊരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്. അപ്പം ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി നമ്മുടെ ബിഹേവിയർ അതിനനുസരിച്ച് നമ്മൾ മോഡുലേറ്റ് ചെയ്യും. ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ആയി പോകും. ബോസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, കൊളീഗ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം മെയിൻറ്റെയിൻ ആയി പോകാനായിട്ട് നമ്മളത് ചെയ്യും. പക്ഷേ അത് നമ്മൾ കുട്ടികളുടെ കൂടെ ചെയ്യത്തില്ല. കുട്ടികളുടെ കൂടെയും ഈ സെയിം കാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒബ്സർവ് ചെയ്യുക, അവരെ മനസ്സിലാക്കുക, ആ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിസിൽ നമ്മുടെ ബിഹേവിയറിനെ മോഡുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ ഡിസൈൻ ചെയ്യുക. അപ്പം എല്ലാ കുട്ടികൾക്കും സെയിം നീഡ്സ് അല്ല. ഇപ്പം നമുക്ക് ജനറലി പറയാം, എല്ലാ കുട്ടികൾക്കും സ്നേഹവും ആവശ്യമുണ്ട്, ബൗണ്ടറീസും ആവശ്യമുണ്ട്, പരിധികളും ആവശ്യമുണ്ട്, അൺകണ്ടീഷണലായിട്ട് ഉള്ള സ്നേഹവും അവർക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഓരോ കുട്ടികൾക്കും ഇത് ഏത് രീതിയിലാണ് നമ്മൾ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ചില കുട്ടികളോട് നമ്മൾ ഇച്ചിരി കളിയാക്കിയ ഒരു രീതിയിൽ സംസാരിച്ചാലും അവരത്ര സീരിയസ് ആയിട്ട് എടുക്കത്തില്ല, അവർ തിരിച്ച് കളിയാക്കും. കാരണം അവരുടെ ഒരു ടെമ്പറമെൻറ്റ് അങ്ങനെയായിരിക്കും, ഇച്ചിരി ഹ്യൂമറസ് ഒരു ടെമ്പറമെൻ്റ് ആയിരിക്കും. അപ്പോൾ അഡൽട്സ് അവരെ കളിയാക്കിയ ഒരു കാര്യം പറഞ്ഞാൽ അവർ തിരിച്ച് കളിയാക്കും, എല്ലാവരും ചിരിക്കും, അത് അവിടെ അങ്ങ് തീരും.
ചില കുട്ടികൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അവരെ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ കളി തമാശ അവരെ ഒന്ന് കളിയാക്കി ഇച്ചിരി ഒന്ന് ടീസ് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുവാണെങ്കിൽ അത് അവർക്ക് ഹേർട്ടായിട്ട് കിടക്കും. കാരണം അവർ ഇച്ചിരി സെൻസിറ്റീവ് കുട്ടികളാണ്. അപ്പം നമ്മുടെ ഗോൾ അവിടെ അവരുടെ സെൻസിറ്റിവിറ്റി മാറ്റുക എന്നുള്ളതല്ല. നമ്മുടെ ഗോൾ അവിടെ ആ കുട്ടിക്ക് ആവശ്യമുള്ള രീതിയിൽ ആ കാര്യത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ സെൻസിറ്റീവായിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്തായിരിക്കും അവർക്ക് ഈ സെൻസിറ്റിവിറ്റി കൂടുതൽ. അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവരുടെ സെൻസിറ്റിവിറ്റിയെ കെയർ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ഈ സെൻസിറ്റിവിറ്റിക്ക് വളം വെച്ചു കൊടുത്താൽ നാളെ കുട്ടി എല്ലാവരെയും ഇത് പ്രതീക്ഷിക്കുന്നു, ലോകത്ത് ഇറങ്ങി പോകുമ്പോൾ എല്ലാവരും കുട്ടിയുടെ ഇഷ്ടത്തിന് നിൽക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയല്ല. നമ്മൾ പ്രോപ്പറായിട്ട് ആ കുട്ടിയുടെ ആ ഒരു ഇമോഷണൽ സൈഡിനെ കെയർ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ കുട്ടി വളർന്നു വരുമ്പോൾ കുട്ടിക്ക് സ്വന്തം ഇമോഷൻസിനെ കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടി കൂടുതൽ ഇമോഷണലി റെസിലിയൻ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓരോ കുട്ടികളുടെയും നീഡ്സ് ഒത്തിരി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഹ്യൂമിലിറ്റി വേണം എന്ന് പറയുന്നത്. ആ കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്യണം, ഒബ്സർവ് ചെയ്ത് ആ കുട്ടിയെ മനസ്സിലാക്കണം, മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ മോഡിഫൈ ചെയ്യണം. ഇനി അതിൻ്റെ അർത്ഥം കുട്ടിക്ക് ഒരിക്കലും നമ്മൾ ബൗണ്ടറീസ് കൊടുക്കരുത് എന്നല്ല. എപ്പോഴും കുട്ടികൾക്ക് ആവശ്യമുണ്ട്, എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ള ആ ഗൈഡൻസ് കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട്. ഡിസിപ്ലിൻ കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട്. കറക്ഷൻ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തേ പറ്റും. പക്ഷേ അത് കൊടുക്കേണ്ട രീതിയിലും വ്യത്യാസമുണ്ട്. ചില കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നത് നമ്മൾ അത്രയും സോഫ്റ്റ് ആയിട്ടായിരിക്കത്തില്ല. ഒരു കുട്ടിയെ നമ്മൾ അങ്ങനെ എടുത്തിട്ട് അടിച്ച് അല്ലെങ്കിൽ പേടിപ്പിച്ച് മാറ്റേണ്ട ആവശ്യമില്ല. എന്നാലും ചില കുട്ടികളുടെ അടുത്ത് ഒത്തിരി സോഫ്റ്റ് ആയിട്ട് നമ്മൾ നിന്നാൽ അവർ വക വയ്ക്കത്തില്ല. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഫേം ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും. ചില കുട്ടികളുടെ അടുത്ത് നമ്മൾ ഇച്ചിരിയേലും ഒരു ഫേംനെസ് കാണിച്ചു അല്ലെങ്കിൽ ഒരു സ്ട്രിക്ട്നെസ് കാണിച്ചാൽ കുട്ടി പെട്ടെന്ന് ഉയ്യോ ഞാൻ എന്തോ ഭയങ്കര പ്രശ്നക്കാരിയാണ് എന്ന് കുട്ടി ചിന്തിച്ചു തുടങ്ങും. ചില കുട്ടികൾ അത്രയും സെൻസിറ്റീവാണ്. അപ്പോൾ അവിടെ നമ്മൾ അവരെ കറക്റ്റ് ചെയ്യേണ്ട രീതി വേറെയാണ്. അപ്പം കുട്ടിയുടെ നീഡ്സിനനുസരിച്ച് നമ്മുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇനി ഒരു വീട്ടിൽ തന്നെ വളരുന്ന കുട്ടികളിൽ തന്നെ ഈ ഡൈവേഴ്സിറ്റി ഭയങ്കരമായിരിക്കും. സിബ്ലിങ്സ് ആയിരിക്കും അവർ. പക്ഷെ എന്നാലും മൂത്ത കുട്ടിക്ക് ആവശ്യമുള്ള നീഡ്സ് വേറെ, ഇളയതിന് ആവശ്യമുള്ള നീഡ്സ് വേറെ, അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരേ പേരൻസിൻ്റെ ഒരേ വീട്ടിൽ വളരുന്ന മക്കളാണെങ്കിൽ പോലും നീഡ്സിൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ കുട്ടിയെയും ഇപ്പം നമ്മുടെ കെയറിൽ എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികളെ എല്ലാം ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വൽസായിട്ട് അവരെ പഠിച്ച് അതിനനുസരിച്ച് വേണം നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സസിൽ നമ്മൾ കൂടുതൽ പഠിക്കാൻ കുറേ ജനറൽ ടോപ്പിക്സാണ് നമ്മൾ കവർ ചെയ്യുന്നത്. കുട്ടിയെ സ്കൂളിലും ലൈഫിലും സക്സസ്ഫുൾ ആക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ഈ കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം കുട്ടിയുടെ ലൈഫിൽ എന്നുള്ളത് ആ കുട്ടിയുടെ ടെമ്പറമെൻറ്റ്, കുട്ടിയുടെ നീഡ്സ്, കുട്ടിയുടെ ആ ഒരു ബേസിക് പേഴ്സണാലിറ്റിയുടെ പുറത്ത് ഡിപ്പെൻഡ് ചെയ്യും. എല്ലാ കുട്ടികളുടെയും ജീവിതത്തിൽ ഇത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എക്സാക്റ്റ് സെയിം രീതിയിലായിരിക്കത്തില്ല. അതുകൊണ്ട് ആസ് പേരൻസ് നമുക്ക് ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആറ്റിറ്റ്യൂഡാണ് ഹ്യൂമിലിറ്റി. എനിക്കെല്ലാം അറിയാം, എന്നെ ആരും ഒന്നും പറയണ്ട, എസ്പെഷ്യലി എൻ്റെ കുട്ടി എന്നോടൊന്നും പറയണ്ട, അല്ലെങ്കിൽ എൻ്റെ കുട്ടി എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്കൊരു നല്ല പേരൻ്റ് ആകാൻ പറ്റത്തില്ല. കാരണം കുട്ടിയുടെ ഗൈഡൻസും കൂടെ, കുട്ടി പറയുന്ന കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ആ കുട്ടിക്ക് എന്താണ് ആവശ്യം എന്ന്. അപ്പോൾ കുട്ടിക്ക് സംസാരിക്കാനും ഓപ്പണായിട്ട് മനസ്സ് തുറന്ന് പറയാനുമുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷനാണ് നമുക്ക് ലോസ്റ്റായി പോകുന്നത്. നമ്മൾ പഠിക്കേണ്ട ഒരുപാട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് അവിടെ നമുക്ക് കിട്ടാതെ പോകുന്നത്. അപ്പോൾ ആ ഒരു ഹ്യൂമിലിറ്റിയോടെ നമ്മൾ കുട്ടിയെ അപ്രോച്ച് ചെയ്യുവാണ്. കുട്ടിക്ക് എന്തും തുറന്ന് പറയാം, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പേരൻറ്റിനോട് സംസാരിക്കാം എന്നും പറഞ്ഞ് കുട്ടികൾ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കാനല്ല വേണം എന്നല്ല ഞാനീ പറയുന്നത്. അവരെ പഠിപ്പിക്കണം എങ്ങനെ പൊളൈറ്റായിട്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എങ്ങനെ തുറന്ന് സംസാരിക്കാം എന്ന് ആ ഒരു സ്കില്ല് നമ്മൾ അവരെ പഠിപ്പിക്കണം. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, കുട്ടികൾക്ക് തുറന്ന് സംസാരിക്കാനും ഓപ്പണായിട്ട് ഇടപെടാനും ഓപ്പണായിട്ട് ബിഹേവ് ചെയ്യാനും ഉള്ള ഒരു സ്വാതന്ത്ര്യം വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ പഠിക്കാനും അതിനനുസരിച്ച് നമ്മുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാനും നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഹ്യൂമിലിറ്റിയോടെ എനിക്കെല്ലാം അറിയാം, എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം, പക്ഷെ എനിക്കെല്ലാം അറിയത്തില്ല. അപ്പം കുട്ടി പറയുന്ന കാര്യങ്ങളാണെങ്കിലും അത് കേൾക്കാനും അത് ശരിയാണെങ്കിൽ അത് ഉൾക്കൊള്ളാനും ഉള്ള മനസ്സെനിക്കുണ്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നതെങ്കിൽ നമുക്ക് അവരുമായിട്ടൊരു ഡീപ്പ് അറ്റാച്ച്മെൻറ്റ്, ഒരു നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അവരെ കറക്റ്റായിട്ട് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അടുത്ത ക്ലാസ്സസിൽ നമ്മൾ കുറേ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യും. കുട്ടികൾക്ക് സ്കൂളിലും അവരുടെ എന്താ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണെങ്കിലും അവരുടെ ഹോബീസിലാണെങ്കിലും ലൈഫിൽ എങ്ങനെ അവർക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും, ആ സക്സസ്ഫുൾ ആകാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും നമ്മൾ അടുത്ത കുറേ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യുന്നത്.